കലാരവം ഇന്റർവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് വിനോദ് കണ്ടേങ്കാവിൽ. നമസ്കാരം. എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ അറിയാലോ, ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ആഘോഷമാണ്. അപ്പൊ ഈ ആഘോഷത്തിനെ കുറിച്ചുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്, തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് അതൊന്ന് ചുരുക്കത്തിൽ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ഒന്ന് പറഞ്ഞു തരും. തൃശ്ശൂർ പൂരം എന്നാല് ഏകദേശം 200-ൽ പരം വർഷം പഴക്കമുള്ള ഒരു ഉത്സവമാണ്. ഉത്സവം എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ഉത്സവങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. പടഹാദി, ആദ്യത്തെ അങ്കുരാദി ഉത്സവ സമ്പ്രദായവും, രണ്ടാമത്തെ ധ്വജാദി ഉത്സവ സമ്പ്രദായവും, മൂന്നാമത്തെ പടഹാദി ഉത്സവ സമ്പ്രദായവുമാണ്. കൊട്ടിപ്പുറപ്പെടുന്ന പടഹാദി ഉത്സവ സമ്പ്രദായത്തിലുള്ള പൂരമാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിൽ 10 ദേവീദേവന്മാരാണ് പങ്കെടുത്തു വരുന്നത്. കണിമംഗലം ശാസ്താവ്, കാരമുക്ക് ഭഗവതി, ലാലൂർ ഭഗവതി, അയ്യന്തോൾ ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി, പനമുക്കുംപള്ളി ശാസ്താവ്, ചെമ്പൂക്കാവ് ഭഗവതി, പ്രധാന സ്ഥാനത്ത് പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും. അങ്ങനെ 10 ദേവീദേവന്മാരാണ് പങ്കെടുത്തു വരുന്നത്. മേടമാസത്തിലെ ഉത്രം അധികരാവുള്ള ദിവസം ഉത്രം പാട്ട് എന്ന് കണക്കാക്കി അതിൻ്റെ തലേന്ന് പൂരവും, അതിന് മുന്നോട്ട് കണക്കാക്കിയാണ് പൂരം പുറപ്പാട് അല്ലെങ്കിൽ കൊടിയേറ്റം, മകീരം എന്നുള്ള ദിവസത്തിൻ്റെ കണക്കിലാണ് പൂരം പുറപ്പാട് നടക്കുക. പൂരം പുറപ്പാട് എല്ലാ ക്ഷേത്രങ്ങളും, കൊടിയേറ്റം എല്ലാ ക്ഷേത്രങ്ങളിലുമുണ്ട്. 10 ക്ഷേത്രങ്ങളിലും കൊടിയേറ്റമുണ്ട്. ലാലൂരാണ് ആദ്യം കൊടിയേറുക. പിന്നീട് ക്രമമനുസരിച്ച് പാറമേക്കാവിലും തിരുവമ്പാടിയിലൊക്കെ മുഹൂർത്തം അനുസരിച്ചാണ് കൊടിയേറ്റം നടക്കുക. അയ്യന്തോളും അതുപോലെ ബാക്കി ക്ഷേത്രങ്ങളിലൊക്കെ വൈകിട്ടുമായിട്ട് കൊടിയേറ്റം നടക്കും. കുടിയേറ്റം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ എല്ലാ ദേവീദേവന്മാർക്കും പറയും ഇറക്കിപ്പൂജയും അടക്കമുള്ള പല ചടങ്ങുകളുമുണ്ട്. പൂരത്തിൻ്റെ 2 ദിവസം മുമ്പ്, പൂരത്തിൻ്റെ തലേ ദിവസമാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. പഴയ കാലത്ത് കൊച്ചി രാജാവിൻ്റെ കൊട്ടാരമായിരുന്ന വടക്കേ കൊട്ടാരത്തിൽ 10 ദേവീദേവന്മാർക്കും പൂരവും ഇറക്കിപ്പൂജയും ഒക്കെ ഉണ്ടായിരുന്നു. കോവിലകത്തും പൂരം എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. ആ കോവിലകത്തും പൂരത്തിൻ്റെ വെടിക്കെട്ടാണ് പിന്നീട് ജനായത്ത ഭരണമായപ്പോൾ കോവിലകത്തും പൂരം ഇല്ലാതാവുകയും പകരം സാമ്പിൾ വെടിക്കെട്ട് ജനകീയമാവുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പൂരത്തിൻ്റെ തലേന്നാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പും തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ തെക്കേ ഗോപുരം തുറക്കലും അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നത്. നെയ്തലക്കാവിൽ അമ്മയ്ക്കാണ് അതിന് പൂരത്തിൻ്റെ തലേ ദിവസം രാവിലെ നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ടും അതുപോലെ ചടങ്ങുകൾക്കൊക്കെ ശേഷം ഭഗവതി പുത്തിശ്ശേരി മഹാദേവനെ വലം വെച്ച് തൃശ്ശൂരിലെത്തി പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലൂടെ ക്ഷേത്ര മൈതാനത്തേക്ക് കയറി മണികണ്ഠനാൽ തറയിലെത്തി അവിടെ നിന്നും പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ വടക്കുന്നാഥനിൽ പ്രവേശിച്ച് വടക്കുന്നാഥനെ പ്രദക്ഷിണം ചെയ്ത് തെക്കേ ഗോപുരത്തിന് അവിടെ കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് മുതലായ ചടങ്ങുകൾക്ക് ശേഷം ശംഖനാഥത്തിൻ്റെ അകമ്പടിയോടെ തെക്കേ ഗോപുരം തുറക്കുകയും തുടർന്ന് ശ്രീമൂലസ്ഥാനത്തെത്തി നിലപാട് തറയിലെത്തി പ്രദക്ഷിണം ചെയ്ത് ശംഖ് വിളിക്കുന്നതോടെ അല്ലെങ്കിൽ ശംഖനാഥം മുഴക്കുന്നതോടെ പൂരവിളംബരം പൂർത്തിയാവുകയാണ് ഉണ്ടാകുന്നത്. ഉച്ചയായിട്ടുണ്ടാവും. അല്ല, ഒരു 11 മണിയോട് കൂടിയൊക്കെ നട തുറക്കും. 12 മണിയൊക്കെ ആകുമ്പോഴേക്കും പൂരവിളംബരം കഴിയും. പൂരത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് ദിവസം തന്നെ ചമയ പ്രദർശനം ആരംഭിക്കും. പൂരത്തിൻ്റെ തലേന്നും തലേ ദിവസം 2 ദിവസമായിട്ടാണ് പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ചമയ പ്രദർശനം ഉണ്ടാവുക. പൂര ദിവസം രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ പൂരത്തോടു കൂടിയാണ് പൂരം ആരംഭിക്കുക. പിന്നീട് ഉച്ചവരെ ഓരോ ഘടകപൂരങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരമുക്ക്, ലാലൂര്, അയ്യന്തോള്, ചൂരക്കോട്ടുകാവ്, നെയ്തലക്കാവ്, പനമുക്കുംപള്ളി, ചെമ്പൂക്കാവ് അടക്കമുള്ള ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകളുണ്ട്. രാവിലെ മഠത്തിലേക്ക് തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് എഴുന്നള്ളുകയും മഠത്തിലെ ഉപചാരങ്ങൾക്കും അതുപോലെ തന്നെ ഇറക്കിപ്പൂജയ്ക്കും ഒക്കെ ശേഷം മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിച്ച് 3 ആനകളുടെ അകമ്പടിയോടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം സ്വരാജ് റൗണ്ടിലെത്തി കഴിഞ്ഞ് 7 ആനകളുടെ അകമ്പടി നാക്കനാലിൽ പഞ്ചവാദ്യം സമാപിക്കുകയും 15 ആനകളുടെ അകമ്പടിയോടെയും പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെയും
ശ്രീമൂലസ്ഥാനത്തെത്തി വടക്കുന്നാഥനെ വണങ്ങിയാണ് തിരുവമ്പാടി ഭഗവതി തെക്കോട്ടിറങ്ങുന്നത്. പാറമേക്കാവ് ഭഗവതി ഉച്ചയ്ക്ക് 12 മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് 15 ആനകളോടെ പുറപ്പെട്ട് ചെമ്പടയ്ക്ക് ശേഷം പാണ്ടികൂട്ടിപ്പെരുക്കലിനൊക്കെ ശേഷം എലിഞ്ഞിത്തറയിലേക്ക് എത്തുകയും എലിഞ്ഞിത്തറ മേളത്തിന് ശേഷം ആദ്യം പാറമേക്കാവ് ഭഗവതിയും പിന്നീട് തിരുവമ്പാടി ഭഗവതിയും ഇറങ്ങി 2 ഭഗവതിമാരുടെയും മുഖാമുഖമുള്ള കൂടിക്കാഴ്ചയും അതോടൊപ്പം തന്നെ കുടമാറ്റവും അവിടെ വെച്ച് നടത്തപ്പെടുകയാണ്. ഇത് കഴിയുമ്പോഴേക്കും വൈകിട്ട് ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ രാത്രി ഈ ഘടകപൂരങ്ങളുടെ ആവർത്തനമുണ്ട്. രാത്രി പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർക്ക് 2 പേർക്കും പഞ്ചവാദ്യമാണ്. പാറമേക്കാവ് ഭഗവതി മണികണ്ഠനാലിലേക്കും തിരുവമ്പാടി ഭഗവതി നായ്ക്കനാലിലേക്കും പഞ്ചവാദ്യത്തോടെ എത്തുകയും അതിനുശേഷം ആകാശത്ത് കാണുന്ന വർണ്ണവിസ്മയം വെടിക്കെട്ട് അതിഗംഭീരമായ വെടിക്കെട്ട് നടക്കുന്നു. പൂരം അവിടെയും അവസാനിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ 2 ദേവിമാരും തിരുവമ്പാടി ഭഗവതി നായ്ക്കനാലിൽ നിന്നും പാറമേക്കാവ് ഭഗവതി മണികണ്ഠനാലിൽ നിന്നും 15 ആനകളുടെ അകമ്പടിയോടെ ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തുകയും അവിടെ മേളത്തിന് ശേഷം ഉപചാരത്തിന് ശേഷം 2 പേരും അവരവരുടെ സ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്നു. തട്ടകക്കാർക്ക് അതാത് ക്ഷേത്രങ്ങളിൽ പൂരക്കഞ്ഞി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അന്ന് വൈകിട്ട് നടുവിൽ മഠത്തിലെ ആറാട്ടും അതിനുശേഷം 10 ദേവീദേവന്മാർക്കും പൂരത്തിൻ്റെ പിറ്റേ ദിവസം കൂടി ആറാട്ട് നടക്കുന്നുണ്ട്. തിരുവമ്പാടി ഭഗവതി തിരുവമ്പാടി ക്ഷേത്രത്തിലെത്തി ഇറക്കി ഉത്രം വിളക്കോടുകൂടി തിരുവമ്പാടിയുടെ പൂരച്ചടങ്ങുകൾ അവസാനിക്കുന്നു. പാറമേക്കാവ് ഭഗവതി തിരിച്ച് പാറമേക്കാവിലെത്തി പഞ്ചവാദ്യവും പാണ്ടിമേളവും ഒക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്തെത്തി ആന കൊടിമരം വലിക്കുന്നതോടുകൂടി പാറമേക്കാവിലും പൂരച്ചടങ്ങുകൾ സമാപിക്കുകയാണ്. മറ്റ് ഘടകക്ഷേത്രങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഉത്രം വിളക്കും ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം 36 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഈ പൂരം. ജനസഹസ്രങ്ങളായിരിക്കും, തീർച്ചയായിട്ടും ജനലക്ഷങ്ങൾ തന്നെ, കുറച്ചൊന്നല്ല ഉണ്ടാവുള്ളൂ. വിദേശത്തു നിന്നാണെങ്കിലും പല സ്ഥലത്തു നിന്നും എത്തുന്നുണ്ട്. അപ്പൊ താങ്കൾ ഈ പൂരത്തില് എല്ലാറ്റിലും കാണിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, എല്ലാ സ്ഥലത്തും. അപ്പോ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന പൂരത്തിൻ്റെ ചടങ്ങുകളായാലും പൂരത്തിൻ്റെ മേളമായാലും പഞ്ചവാദ്യമായാലും ആനയും ആനച്ചമയും ഒക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ ആവേശം ഒട്ടും കുറയാതെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ വർഷത്തെ പൂരത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയാം. ഈ വർഷത്തെ പൂരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുടമാറ്റത്തിൽ എന്തായാലും എല്ലാവരുടെയും 2 കൂട്ടരെയും സ്പെഷ്യൽ കുടകളും അതുപോലെ പുതിയ വർണ്ണങ്ങളും നിരവധിയായ അതുകളൊക്കെ ഉണ്ടാവും. പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത് 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൃക്കടവൂർ ശിവരാജു എന്ന കൊമ്പനാണ്. തെക്ക് ഭാഗത്തുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും മികച്ച ആനകളിലൊന്നായത് തൃക്കടവൂർ ശിവരാജുവാണ്. തിരുവമ്പാടിയുടെ പതിവ് പോലെ ചന്ദ്രശേഖരനാണ്. അതുപോലെ തിരുവമ്പാടിയിലെ മേളപ്രമാണിയായി ചെറുശ്ശേരി കുട്ടന്മാരാർ വരുന്നു എന്നതും പൂരത്തിൻ്റെ ഒരു പുതുമയാണ്. ഇതൊക്കെയാണ് പൂരത്തിൻ്റെ പെട്ടെന്ന് പറയാവുന്ന പുതുമകളായിട്ട്. അത് സ്ഥിരമായി ഇപ്പം 4ാമത്തെ വർഷമാണ്. കിഴക്കൂട്ടഞ്ഞന്മാരാരാണ് 4ാമത്തെ വർഷം പ്രമാണി. പഞ്ചവാദ്യത്തിൽ അവിടെ നന്ദപ്പന്മാരും ഇവിടെ കോങ്ങാട് മധുവും ഒക്കെ തുടരുകയാണ്. ഇക്കൊല്ലം തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഈ വർഷം ചെമ്പൂക്കാവ് ഭഗവതിയുടെ പൂരത്തിനാണ് ഇടംപേറ്റുന്നത്. ആനകളൊക്കെ ഇതാണല്ലോ. അതെ പൂരം എന്ന് പറയുമ്പോ ആന ഒരു പ്രധാന ഘടകമാണ്. ഈ 10 ഘടക പൂരങ്ങളും ഓരോരോ സ്ഥലത്തുനിന്ന് എഴുന്നള്ളിട്ട് നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇപ്പൊ പകലൊക്കെ മൊത്തം എല്ലാ ഭാഗവും അടച്ചിട്ടുണ്ട്, ഒരു വണ്ടികളും ഇല്ലാത്ത 20 ലക്ഷം പേരാണ് ഈ വർഷം സർക്കാർ പൂരത്തിനായി പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ പൂരത്തോടനുബന്ധിച്ചാണല്ലോ നമുക്ക് ഇവിടെ എക്സിബിഷൻ ഒക്കെ. അതെ പൂരത്തിന്റെ വലിയ ഒരു വരുമാന മാർഗം കൂടിയാണ് പൂരം പ്രദർശനം. ഏകദേശം 64ാമത്തെ വർഷമാണ് ഈ വർഷത്തെ പൂരം പ്രദർശനം. അത് ഏകദേശം ഒരു മാസം മുമ്പ് തുടങ്ങുന്നു. അതെ ഏപ്രിൽ 2 മുതൽ മെയ് 22 വരെയാണ് സാധാരണ അതിന്റെ നടത്തിപ്പ് സമയം. അങ്ങനെയാണ്, അല്ലാണ്ട് പൂരത്തിന് ഒരു മാസം, ഏകദേശം പൂരത്തിന് ഒരു മാസം മുമ്പാവും. അപ്പൊ ശരിക്കും പൂരം എന്താണെന്നും പൂരത്തിന്റെ എല്ലാവിധ വിശേഷങ്ങളും ഒറ്റയടിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചേട്ടന് ഒരുപാട് സന്തോഷം.